30 days, 30 tips before you move to Germany. First day, first tip. Always carry liquid cash with you. ഓൾവേസ് എന്ന് ഞാൻ പറയാൻ കാരണം ജർമ്മനിയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും കാർഡ് എടുക്കുമെങ്കിലും ഒന്നോ രണ്ടോ കടയിൽ കാർഡ് എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലിക്വിഡ് ക്യാഷ് തന്നെ വേണ്ടി വരും. നമുക്ക് അതിന് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അടുത്ത് ATMs ഉണ്ടാവണം എന്നില്ല. അഫ്കോഴ്സ് നമ്മൾ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം മൂവ് ചെയ്യുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് കുറച്ച് എമൗണ്ട് ക്യാഷ് വേണം. കാരണം നമ്മൾ ഈ സ്റ്റൈഫൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇങ്ങോട്ട്. നമ്മൾ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്റ്റൈഫൻഡ് കയറണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ടാക്സ് ഐഡിയും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം. പക്ഷേ നമ്മൾ വന്ന ഉടനെ അതെല്ലാം ശരിയാവില്ല. അതിന് കുറച്ച് സമയം എടുക്കും. ആ ടൈം വരെ നമുക്കൊന്ന് സർവ് ചെയ്യാൻ ഒരു ഏകദേശം 2 മാസമാണ് എൻ്റെ ഒരു കണക്കിലുണ്ടായിരുന്നത്. എനിക്ക് ഫസ്റ്റ് മന്ത് സ്റ്റൈഫൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് മന്ത് 2 മാസത്തേങ്ങൾ ഒരുമിച്ചാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു 2 മാസം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 50K എങ്കിലും മിനിമം എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുള്ളൂ. ഇനി ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എയർപോർട്ടാണ്. എയർപോർട്ടിൽ മണി എക്സ്ചേഞ്ച് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഇന്ത്യൻ റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് യൂറോ ആയിട്ട് തിരിച്ചു കിട്ടും. യൂറോ ആയിട്ട് തിരിച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് ചോദിക്കാം കോയിൻസ് കിട്ടുമോ ചോദിക്കാം. കിട്ടാൻ ചാൻസ് കുറവാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കോയിൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ട്രോളി വേണം. കാരണം 3 പെട്ടിങ്ങാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഒരു ട്രോളി എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കോയിൻ ഇടണം. ഇല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ കാർഡ് വേണം എന്ന് വെച്ചാൽ നമുക്കത് വെച്ച് പേ ചെയ്യാം. അപ്പോൾ ആ ട്രോളി എടുക്കാം. ഒരു 1 euro മതി. ബട്ട് ആ കോയിൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ട്രോളി എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ 3 ബാഗ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റ്സിലും നമുക്ക് ട്രോളി വരണമെങ്കിൽ നമ്മൾ പൈസ എടുക്കണം, അതിടണം, എന്നാലാണ് അത് അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ നമുക്കത് വെച്ച് എടുത്ത് നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടിടുമ്പോൾ ആ 1 euro നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. പക്ഷേ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓൾവേസ് ക്യാരി ലിക്വിഡ് ക്യാഷ് വിത്ത് യു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.